റഷ്യ യുക്രൈൻ യുദ്ധം അങ്ങനെ അവസാനിക്കുകയാണ്. യുദ്ധം അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണ്. സത്യത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ റോളാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയാത്തത്. ഡൊണാൾഡ് ട്രംപ് സത്യത്തിൽ റഷ്യൻ ചാരനായിരുന്നു. ആ ഒരു സംശയം കൂടിയുണ്ട്. ട്രംപ് വലിയ വിടുവായൊക്കെ പറയുമെങ്കിലും ട്രംപിന്റെ ആദ്യ ടേമിലെ നിലപാടുകൾ മുതൽ ഇങ്ങോട്ടേക്ക് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ റഷ്യൻ ചായവൊക്കെ തോന്നിയാൽ നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. ഇപ്പോൾ തന്നെ നോക്കൂ, എന്തെല്ലാം പറഞ്ഞിട്ടാണ് ഇമാതിരി ഒരു ചതി എന്ന് പറയുന്നത് സെലൻസ്കിക്ക് കിട്ടാനില്ല. എന്തെല്ലാം പറഞ്ഞിട്ടാണ് ഈ ഒരു യുദ്ധത്തിലേക്ക് ഈ സെലൻസ്കിയെ തള്ളിവിടുന്നത്. എന്തെല്ലാം ആഗ്രഹങ്ങളായിരുന്നു, എന്തെല്ലാം മനസ്സിൽ കൊണ്ടു നടന്നതാണ് സെലൻസ്കി. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇമാതിരി ഒരു ചതി എന്ന് പറഞ്ഞാൽ നമുക്കത് നിസ്സാരമായിട്ട് കാണാൻ സാധിക്കില്ല. ഉക്രൈനെ നാറ്റോയിൽ ചേർക്കാം, റഷ്യ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കയും യൂറോപ്പും ചേർന്ന് റഷ്യ ആക്രമിക്കും എന്നൊക്കെയുള്ള എന്തെല്ലാം വാഗ്ദാനങ്ങളായിരുന്നു. എന്നിട്ട് ഒടുവിൽ നോക്കൂ, അമേരിക്ക കൂടെ നിന്നോന്ന് വെച്ചാൽ 2 വഞ്ചിയിൽ കാല് വെച്ചതുപോലാണ്. അപ്പോ സെലൻസ്കിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ ഇത് ഏത് വഞ്ചിയിലാണ് കാല് വെച്ചിരിക്കുന്നത്, തന്റെ വഞ്ചിയിലാണോ അതോ റഷ്യയുടെ വഞ്ചിയിലാണോ എന്നുള്ളത്. അപ്പൊ പക്ഷെ പുടിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. പുടിൻ ഒരു ചാരനായി പ്രവർത്തിച്ചു വന്ന ആളാണ്. അങ്ങനെ അതിന്റെ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പുടിന് അറിയാം. അതുകൊണ്ട് പുടിന് സത്യത്തിൽ അറിയാം ഒരു മനുഷ്യന്റെ ചിന്ത എവിടെ വരെ പോകും എന്നുള്ളതൊക്കെ ഒരു അളക്കാൻ കഴിയും. കാരണം അങ്ങനെയാണല്ലോ അവർ പല കാര്യങ്ങളും നേടിപ്പോരുന്നത്. ഈ ചാരവൃത്തിയിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ സങ്കീർണമായിട്ടുള്ള കാര്യം വർഷങ്ങളോളം ചെയ്ത ഒരാള് ഒരു രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്നതുമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് 4 കൊല്ലമായിട്ട് ഈ യുദ്ധം, റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ സൈനികരും സിവിലിയന്മാരും ഒക്കെ ഉൾപ്പെടെ ഏകദേശം 80,000 മുതൽ 1,20,000 വരെ മനുഷ്യർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഒരു യുദ്ധമാണിത്. ഉക്രൈന്റെ ഏതാണ്ട് 20% സ്ഥലവും റഷ്യയുടെ കയ്യിലാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ക്രിമിയയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അത് നേരത്തെ തന്നെ റഷ്യയുടെ കയ്യിലായിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി ഇവിടെ തെളിയുന്നുണ്ട്. നാറ്റോക്കായിരുന്നു ഈ ഒരു ചൊറിച്ചിലുണ്ടായിരുന്നത്. നാറ്റോയ്ക്ക് ഈ പറയുന്ന റഷ്യയെ തകർക്കാൻ വേണ്ടി ഒരു താവളം കൂടിയായിരുന്നല്ലോ ഉക്രൈൻ. അപ്പോൾ ആ മോഹം അങ്ങ് വാങ്ങി വെച്ചിട്ടുണ്ട്. അതായത് റഷ്യയെ തകർക്കാൻ ആയിട്ട് നാറ്റോയ്ക്ക് കഴിയില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും ബോധ്യമായി. അപ്പോൾ അങ്ങനെ കൂടുതൽ ശ്രമിക്കുകയാണെങ്കിൽ യൂറോപ്പ് തന്നെ കാണുകയുമില്ല, ബാക്കി ഉണ്ടാവില്ല. അപ്പോൾ ഈ യുദ്ധം സൃഷ്ടിച്ചിട്ടുള്ള എണ്ണ ഊർജ പ്രതിസന്ധികൾ വേറെയുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യത്തിനുള്ള സപ്ലൈ റഷ്യയിൽ നിന്ന് കിട്ടാതെയും ഒക്കെ യൂറോപ്പ് കനത്ത പ്രതിസന്ധിയിലായി. അപ്പോൾ അമേരിക്കയിലെ കനത്ത വിലക്കയറ്റവും എന്ന് പറയുന്നത് പോലും ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അമേരിക്കയുടെ കൂടി ആവശ്യമാണ്, യൂറോപ്പിന്റെയും ആവശ്യമാണ്. ഇല്ലെങ്കിൽ എല്ലാം ഇരുട്ടിലാകും എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് മുന്നിൽ കണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു കാര്യത്തിന് വേണ്ടി മുന്നോട്ട് ഇറങ്ങിയത്. അതായത് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 28 ഇന സമാധാന പദ്ധതി ഉണ്ടല്ലോ, അത് അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമായിട്ടുള്ള കാര്യമാണ് സെലൻസ്കിയെ സംബന്ധിച്ച്. അതായത് ഇതിനെല്ലാം കൂട്ടുനിന്ന് നീ വെക്കട വെടി ഞാൻ പുറകിലുണ്ട് എന്ന് പറഞ്ഞ ട്രംപും അല്ലെങ്കിൽ അമേരിക്ക അവസാനം പറയുകയാണ് ഈ 28 ഇന സമാധാന കരാറുണ്ടല്ലോ സെലൻസ്കി, അതങ്ങ് പൂർണ്ണമായിട്ട് സമ്മതിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ അവനവന്റെ ജീവനും കൊണ്ട് പോകാനും കൂടി സാധിക്കാത്ത അവസ്ഥ വരും. കാരണം റഷ്യ എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച കൂട്ടിയ കൂടൂല, അതുകൊണ്ട് അങ്ങ് പതുങ്ങിയേക്ക്, ഞങ്ങൾ അതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒറ്റ കൊടുക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഈ പറയുന്ന സെലൻസ്കി വല്ല വിഷം വാങ്ങി തിന്ന് മരിക്കാതെ ഇരുന്നാൽ കൊള്ളാം. കാരണം അത്രത്തോളം മാനക്കേടാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ പണം കണ്ടാൽ എല്ലാം മറക്കുന്നവനെ സംബന്ധിച്ച് അതൊരു വിഷയവുമല്ല. എന്തായാലും ഈ 28 സമാധാന കരാറിൽ മുഴുവനും റഷ്യക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്, നിർദ്ദേശങ്ങളാണ് എല്ലാം ഉള്ളത്. അപ്പോൾ വേറെ നിവർത്തിയൊന്നും ഈ യുക്രൈന് മുമ്പിൽ ഇല്ലതാനും.
ഉക്രൈനുള്ള സൈനിക സഹകരണം എല്ലാ പിന്തുണയും ഇവര് പിൻവലിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കമ്പം കോലും എടുത്തു വെച്ചിട്ട് നമുക്ക് പോരാടാൻ കഴിയില്ലല്ലോ ഇന്നത്തെ സാഹചര്യത്തിൽ. പലരും സഹായത്തിനായിട്ട് വരുമ്പോഴാണ് റഷ്യ അവിടെ നിന്ന് ഒരു മിസൈൽ വരും, അത് ഒരു ഭൂഖണ്ഡം മുഴുവനും ചുറ്റി വരും. അപ്പോഴേക്ക് ഇവർക്ക് മനസ്സിലായി തുടങ്ങി ഇനി ഇതൊന്നും ശരിയാവൂല, പണി കിട്ടും, ഇത് എവിടെ വന്ന് പൊട്ടും എന്നുള്ളത് യാതൊരു നിശ്ചയവുമില്ല. അത് ആകെ അറിയാവുന്നത് പുടിന് മാത്രമാണ്. അങ്ങേരെ പ്രകോപിപ്പിക്കാത്തതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ്. പക്ഷെ ട്രംപ് ഇപ്പോഴും മറ്റേ എന്താ പറയാ സമാധാനത്തിന്റെ പ്രാവിന്റെ കുപ്പായം എടുത്തിട്ട് നടക്കുകയാണ്. എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ ഈ നിർദ്ദേശങ്ങളെല്ലാം അംഗീകരിക്കാനായിട്ട് സെലൻസ്കിക്ക് സമയവും കൊടുത്തിട്ടുണ്ട്. തെറ്റ് പറയാനൊന്നും പറ്റില്ല. നമ്മൾ ഇറാൻ ആക്രമിക്കാനായിട്ട് സമയം കൊടുത്തല്ലോ ട്രംപ്, അതുപോലെ സെലൻസ്കിക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചത്തെ സമയം ആണ് നൽകിയിരിക്കുന്നത്. അത് ഈ പറയുന്ന 27-ാം തീയതി അത് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഉക്രൈൻ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രിശങ്കുവിലായി. ഇതെന്തോ ചെയ്യണമെന്ന് സെലൻസ്കിക്കും അറിയില്ല. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ ഈ നിർദ്ദേശവും വെച്ചുകൊണ്ട് സെലൻസ്കി അവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കാരണം വെച്ച് കഴിഞ്ഞാൽ ട്രംപ് വെച്ചിരിക്കുന്ന ഈ ഉപാധികളൊന്നും ഇവർക്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. അതല്ലെങ്കിലും അങ്ങനെയാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരം, കൊച്ചു രാജ്യമായിക്കോട്ടെ, പക്ഷെ അതിന്റെ ഒരു പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അവിടെ. അപ്പോൾ ഇവർ വന്ന് പറയുമ്പോൾ ഇവർക്ക് നമ്മൾ പറയില്ലേ ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വിഭാഗം പറയുന്നുണ്ട് പൊരുതി മരിക്കണമെങ്കിൽ അങ്ങ് മരിക്കാം, ഇതിലും ഭേദം അതാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പൊരുതി മരിക്കാനായിട്ട് സെലൻസ്കി മുമ്പിൽ നിൽക്കൂ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സെലൻസ്കി ഐമനും സിദ്ധാർത്ഥൻ ഓടുന്നത് പോലെ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇത് അത്രയും റഷ്യക്ക് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ റഷ്യ എന്തിനാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതിനുള്ള സാധൂകരണങ്ങൾ മുഴുവനും ഇതിലുണ്ട്. സത്യത്തിൽ ചൊറിഞ്ഞത് കൊണ്ടാണ് റഷ്യ പിന്നെയും അവിടെ കയറി അടിച്ചത്. അപ്പൊ ഈ ചൊറിച്ചിനുള്ള സകല മരുന്ന് പുരട്ടിയിട്ടാണ് ഈ ഒരു സമാധാന കരാർ വരുന്നത്. അപ്പൊ ഇതിന്റെ ഉപാധികൾ എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഉപാധികളാണ്. റഷ്യ ഉക്രൈന്റെ 20% സ്ഥലം ഏറ്റെടുക്കും. പ്രത്യേകിച്ച് ക്രിമിയ, ലുഹാൻസ്ക്, ഡൊണസ്ക് എന്നിവിടങ്ങൾ റഷ്യക്ക് നിയന്ത്രണം നൽകും. ഖെർസനും സപ്പോറിസിയയും കോൺടാക്ട് ലൈനിൽ ഫ്രീസ് ചെയ്യും. അപ്പൊ റഷ്യ പിടിച്ച ഇതിനു പുറത്തുള്ള പ്രദേശങ്ങളൊക്കെ റഷ്യ വിട്ടുകൊടുക്കും. ഉക്രൈൻ ഫോഴ്സസ് ഡൊണസ്ക് ഭാഗത്തുനിന്ന് പിൻവാങ്ങിയിട്ട് ഡീലിമിറ്ററൈസ്ഡ് സോൺ സൃഷ്ടിക്കുകയും ചെയ്യും. അതായത് അവരുടെ സൈന്യത്തെ മുഴുവൻ അവർ പിൻവലിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അന്ന് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി 7 ലക്ഷത്തോളം സൈനികരെയാണ് അവിടെ ആ ഭാഗങ്ങളിൽ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ വെടിയുണ്ട വന്ന് നെഞ്ചത്ത് കയറും എന്നുള്ളതാണ്. അപ്പൊ അവിടെ വേറൊരു സ്കോപ്പുമില്ല. മറ്റൊരു കാര്യം എന്ന് പറയാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വ്യക്തമാക്കിയ ആനുകൂല്യങ്ങൾക്ക് പകരമായിട്ട് ഉക്രൈന് സുരക്ഷാ ഉറപ്പുകൾ നൽകുന്നത് പിന്നീട് ആലോചിക്കും. അവിടെ നിക്ക് ചേട്ടൻ ഞാനൊന്ന് ആലോചിച്ചിട്ട് വരാം എന്നാണ് പറയുന്നത്. അപ്പൊ ഉക്രൈൻ ഒരിക്കലും നാറ്റോയിൽ അംഗമാകില്ല. ഈ നാറ്റോയിൽ അംഗമാകാം എന്ന് മോഹിപ്പിച്ച് കൊണ്ടാണ് ഈ പറയുന്ന സെലൻസ്കിയെ ഇതിലേക്ക് ചാടുവലിച്ചിട്ടത്. അവസാനം പറയുകയാണ് സെലൻസ്കി ശശിയായി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം, ആ ഒരു മോഹവും നടക്കില്ല. ഉക്രൈന്റെ സൈന്യത്തെ 6 ലക്ഷം സൈനികരായിട്ട് പരിമിതപ്പെടുത്തും. അതായത് ഇപ്പോഴുള്ളതിന്റെ നേർപകുതിയായിട്ട് കുറയുമാണ്. റഷ്യയെ G8 ആഗോള ധനകാര്യ സംവിധാനത്തിലേക്കും വീണ്ടും പ്രവേശിപ്പിക്കും അമേരിക്ക. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റഷ്യയുടെ $100 ബില്യൺ മരവിപ്പിച്ച നടപടി പിൻവലിക്കും. അത് US നേതൃത്വത്തിൽ യുക്രൈന്റെ പുനർനിർമ്മാണത്തിനായിട്ട് നീക്കിവെക്കും. US-ന് 50% ലാഭവിഹിതവും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ യൂറോപ്യൻ യൂണിയൻ അധികമായി $100 ബില്യൺ സംഭാവനയും ചെയ്യും. അപ്പോൾ പോക്കറ്റ് വീഴേണ്ടതൊക്കെ പോക്കറ്റ് വീഴുകയും ചെയ്യുന്നുണ്ട്. ഉക്രൈനിൽ 100 ദിവസത്തിനുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടത്തും. സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ പറയുന്ന സെലൻസ്കി തെറിക്കുകയും ചെയ്യും. ബന്ധപ്പെട്ട രാജ്യങ്ങൾ തമ്മിലുള്ള ഏതൊരു പുനരാക്രമണവും സമാധാന ഉടമ്പടിയെ അസാധുവാക്കുമെന്ന് കൂടി പറയുന്നുണ്ട്. ചൊറിയാൻ വരുന്നത് സ്വാഭാവികമായിട്ടും ഉക്രൈൻ ആയിരിക്കും, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ചാട് കയറ്റി വിടാനുള്ള സാധ്യതകളുമുണ്ട്. ഇനി റഷ്യ കയറി ചൊറിഞ്ഞിട്ട് ഉക്രൈൻ ചൊറിഞ്ഞാലും റഷ്യ ചൊറിഞ്ഞത് ആരും അറിയാത്ത രീതിയിലായിരിക്കും ഉക്രൈനിട്ടുള്ള പണി കിട്ടുകയും ചെയ്യും. 2014 റഷ്യ പിടിച്ചെടുത്തിട്ടുള്ള ക്രിമിയയെ അമേരിക്കയും സഖ്യകക്ഷികളും അംഗീകരിക്കുകയും ചെയ്യും. പോരെ, ഇതിൽ കൂടുതൽ വലിയ പാൽപായസം അവിടെ എന്തുണ്ടാവാനാണ്?
ഫലത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും, ഓ ഇതിപ്പോ റഷ്യ തന്നെയല്ലേ ജയിച്ചത്, എന്നാ പിന്നെ ഇത് ആദ്യം അങ്ങ് ചെയ്താൽ പോരായിരുന്നോ എന്ന് കരുതും. പക്ഷെ അങ്ങനെയല്ല. ഉക്രൈന്റെ ഈ പറയുന്ന ഈ യുദ്ധത്തിലേക്ക് ഇവരെ കൊണ്ടുചെന്ന് എത്തിച്ചവർ അല്ലെങ്കിൽ ചാടിച്ചവർ തന്നെയാണ് ഇപ്പോൾ റഷ്യക്ക് വേണ്ടി വക്കാലത്തുമായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഉക്രൈന്റെ ഏറ്റവും വലിയ സങ്കടം. സെലൻസ്കിക്കല്ല, അവിടുത്തെ ജനങ്ങൾക്കാണ് ഇത് ഉണ്ടാവുക. എന്തായാലും വരുന്ന വ്യാഴാഴ്ചക്കകം സെലൻസ്കി ട്രംപിന്റെ ഈ പറയുന്ന സമാധാന ഉടമ്പടി നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനുള്ള ഒരു സാധ്യത കുറവാണ്. കാരണം ഇനിയിപ്പോ എന്ത് വന്നാലും പ്രശ്നമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് സെലൻസ്കിയും പോകും. പക്ഷെ പുടിന്റെ മുന്നിലാണെങ്കിൽ ഒടുവിൽ എന്താ പറയാ, സെലൻസ്കി തോൽവി സമ്മതിക്കേണ്ടി വരും. സമാധാന ഉടമ്പടി അംഗീകരിക്കാനും പറ്റില്ല, പുടിന്റെ മുമ്പിൽ പോയി സറണ്ടർ ചെയ്യേണ്ടി വരും. ധർമ്മസങ്കടത്തിലാണ്. അതായത് അതല്ലാതെ മറ്റൊരു നിവർത്തിയുമില്ല. അപ്പൊ ഈ ഒരു 3-4 മാസം, ഇനി വരുന്ന ഒരു 3-4 മാസം നോക്കിയാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഇങ്ങനെ പോകും. എന്നിട്ട് ഏറ്റവും ഒടുവിൽ വന്നിട്ട് സമസ്താപരാധം പറയാനുള്ള സാധ്യതകളുമുണ്ട്. ഈ പറയുന്ന ഇനി വരുന്ന ചിലപ്പോൾ ഒരു ഫെബ്രുവരിയോ മാർച്ചിലോ ഒക്കെ ആയിട്ട് റഷ്യയുടെ മുമ്പിൽ വന്നിട്ട് ഈ ഒരു പ്രഹസന നാടകം ഉണ്ടാകും. അപ്പോൾ റഷ്യ അവരുടെ സമ്പൂർണ്ണ വിജയമായിട്ട് ഇതിനെ ചിത്രീകരിക്കുകയും ചെയ്യും. സെലൻസ്കിക്ക് മാത്രമല്ല, പുടിൻ പക്ഷെ ഒരു കാര്യം കൂടി ഇവർക്ക് ചെയ്തു കൊടുക്കും, സെലൻസ്കിക്ക് ചെയ്തു കൊടുക്കും. കാരണം ഇവര് രാഷ്ട്ര നേതാക്കളാണ്, ചെറുതാണെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെ നേതാവാണല്ലോ. അപ്പൊ ഭരണകർത്താവ് ആയതുകൊണ്ട് തന്നെ പുടിൻ പറയും, നീ ഇത് സമ്മതിച്ചത് കൊണ്ട് കുഴപ്പമില്ല, വേണമെങ്കിൽ നീ ഏതെങ്കിലും വഴി നാട് വിട്ടോ. അതായത് രക്ഷപ്പെടാനുള്ള ഒരു വഴി പുടിൻ തുറന്നു കൊടുക്കും. തന്റെ ജീവനും കൊണ്ട് സെലൻസ്കി ആ രാജ്യത്ത് നിന്ന് ഓടി രക്ഷപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇതിലൊരു സംശയം ഉയരുന്നത്. സത്യം പറഞ്ഞാൽ ഈ ട്രംപ് എന്ന് പറയുന്ന കള്ളത്തെമ്മാടി, ആ തെമ്മാടി എന്ന് പറയുന്നത് റഷ്യയുടെ ചാരനായി പ്രവർത്തിക്കുകയായിരുന്നു എന്നുള്ളൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.